എൻ്റെ പേര് ശരത്ത്. ഞാൻ ഇവിടെ ഒരു IT സ്ഥാപനം നടത്തുന്നു, കാക്കനാട് ഇൻഫോ പാർക്കിൽ. ഇതെൻ്റെ വൈഫ് അനു, SBI ബ്രാഞ്ച് മാനേജറാണ്. 2 പിള്ളേരുണ്ട്, ദിയ 8th ധ്യാൻ 3rd. ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ടുള്ള സാകേത് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ആക്റ്റീവ് ഡിസൈൻസ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനിക്കാണ് കൊടുത്തത്. നമ്മൾ അവരെ ചൂസ് ചെയ്യാൻ പ്രധാന കാര്യം അവരുടെ ആ റെസ്പോൺസാണ്. എടുത്തു പറയേണ്ടത് 2 പേരാണ്, പ്രിൻസിയും സേവിയറും. പ്രിൻസി അത് ഏറ്റെടുത്ത ശേഷം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഏക്സ് ഒരു 50% അല്ല, ഒരു 75% ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് ഡിസൈൻസ് ടീം നമുക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നേക്കുന്നത്. അപ്പം ഏത് കാര്യത്തിലാണെങ്കിലും ഓരോരോ വർക്കിൻ്റെ കേസിൽ നമുക്കൊരു അഡ്വൈസ് തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ ഹെൽപ്പ് ചെയ്ത്, എന്ന് വെച്ചാൽ അവർക്കൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഡിസിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്തു. പിന്നെ മാത്രമല്ല, നമ്മുടെ ഏറ്റവും ഇവിടെ വന്നവർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് അവർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുമായിരുന്നു. First of all, I thank Active Designs team and their team. അവർ ഇനിഷ്യലി ശരത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറേ സെർച്ച് ചെയ്തതിന് ലാസ്റ്റാണ് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് ഫസ്റ്റ് ആക്റ്റീവ് ഡിസൈൻസിനാണ് കിട്ടിയത്. ഫസ്റ്റ് ഇംപ്രഷനാണ് അത്. വിത്ത് പ്ലാൻസ്, ഫുൾ പ്ലാൻ ആയിട്ടാണ്, വിത്ത് ഡിസ്പ്ലേ ആണ് നമ്മൾ ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഓഫീസിൽ അവർ വിളിച്ച് നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഫസ്റ്റ് ടൈം നമ്മൾ തന്നെ ആ ഫുൾ പ്ലാൻ, നമ്മളെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് ആ ഫുൾ പ്ലാൻ അവർ വെച്ചിട്ടാണ് നമ്മളെ ഫസ്റ്റ് നമ്മളുമായിട്ട് മീറ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ നമുക്ക് സെക്കൻഡായിട്ടൊന്നും തിങ്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. സ്ട്രൈറ്റ് അവേ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. അത് ഫൈനലി ഞങ്ങൾ സാകേത്, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സാകേതിലാണ്. ഞങ്ങളുടെ ഒരു ഡ്രീം ഹൗസാണ്. ഞങ്ങൾ ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പിയാണ്. ഷാജഹാനാണ് താജ്മഹൽ പണിതത്. നമുക്കറിയാം എത്രയോ അനേകായിരം തൊഴിലാളികൾ, അനേകായിരം ശില്പികൾ, അനേകായിരം വർക്കേഴ്സ്, അവരെല്ലാവരും അതികഠിനമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് 10-15 വർഷം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് എത്ര മനോഹരമായൊരു സൗധം ഉണ്ടായത്. അതുപോലെ തന്നെ പക്ഷേ നമ്മൾ ചരിത്രത്തെ രേഖപ്പെടുത്തുമ്പം ഈ പറഞ്ഞ തൊഴിലാളികളോ ശില്പികളോ ആരും രംഗത്ത് വരുന്നില്ല. നമ്മൾ പറയുന്നത് ഷാജഹാൻ താജ്മഹൽ പണിതു ആർക്ക് വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ പ്രാണപ്രേയസിയായ മുംതാസിന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മകൻ ശരത്തിൻ്റെയും മകൾ അനുവിൻ്റെയും സ്വപ്ന സൗധമാണ് ഈ സാകേതം എന്ന വീട്. ആക്റ്റീവ് ഡിസൈൻസ് എന്ന വലിയ സ്ഥാപനത്തിന് ഒന്ന് കോൺടാക്ട് ചെയ്ത് അവിടെ വളരെ നല്ല സ്വീകരണമായിരുന്നു. നമ്മുടെ സേവിയർ അലി സാറും അവരുടെ സഹായികളായിട്ടുള്ള പ്രിൻസിപ്പലായ എല്ലാ എൻജിനീയേഴ്സും നമ്മളെ അന്ന് സഹായിച്ച് പറഞ്ഞു വരുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. വീടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത്. എൻ്റെ മക്കൾക്ക് ശരത്തും അനുവും അവരുടെ അതൊരു വലിയൊരു ആഗ്രഹമാണ് സാധിച്ചേക്കുന്നത്. അതിന് മെയിനായിട്ട് നിന്നിരിക്കുന്നത് ആക്റ്റീവിൽ പ്രവർത്തിക്കുന്ന സേവിയർ സാറും പ്രിൻസിപ്പളും ബാക്കി എല്ലാ സഹപ്രവർത്തകരും ഇത് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാം ഒരു അനുഗ്രഹം, കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാ തൊഴിലാളികളെയും ഇതിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചതിൽ അവർക്കാർക്കും ഒരു തങ്ങൾ പറഞ്ഞ പോലെ കാലയിലൊരു മുട്ടുകൂടി കൊള്ളാതെ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും എല്ലാവരോടും ഭഗവാനോടും നേർന്നുകൊണ്ട്